വാ മോളെ. അമ്മേ, ദേ അച്ഛന്റെ സ്കൂട്ടർ. ആഹാ, നേരത്തെ എത്തിയോ? അച്ഛാ. ഓ ആഹാ. ബർത്ത്ഡേ കറി അമ്പലത്തിലൊക്കെ തൊഴുതോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ലെന്ന് അറിഞ്ഞത് കൊണ്ടാ സദ്യ ഒന്നും വേണ്ടെന്ന് വെച്ചത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പിറന്നാളായ സദ്യ വേണം അല്ലേ മോളെ? ആ, അത് അത്താഴം ആവുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ബർത്ത്ഡേ ഡിന്നറായിട്ടല്ലേ എല്ലാവരും ആഘോഷിക്കുന്നത്. ആ ദേ, അവിയല്, കിച്ചടി, സേമിയ എല്ലാം ഉണ്ട്. നാട്ടുകാര്യങ്ങൾക്കിടയിൽ വീട്ടുകാര്യം വേണമല്ലോ. എന്റെ ഈശ്വര, എന്തെങ്കിലും വീടിനെ കുറിച്ചൊന്ന് ഓർത്തല്ലോ. അതിന് തന്നേക്ക്, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. വിനേട്ട പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ബാക്കി വിഭവങ്ങളൊക്കെ റെഡി. ഓ ആ ജോർജോ, എന്താ ജോർജ് ഈ സമയത്ത്? ഒരു അത്യാവശ്യ കാര്യമുണ്ട് വിനേട്ട. ആഹാ, എന്താ ഈ കാണിക്കുന്നേ? അമ്മേ, എനിക്കൊരു ഗ്ലാസ് പായസം തരുമോ? ആദ്യം സദ്യ, എന്നിട്ട് പായസം. ഇതെവിടെ പോന്നു? ആരാ വന്നത്? ഒക്കെ പറയാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോണം. അയ്യോ, അത് കഷ്ടാണല്ലോ. നീ ചോറെടുത്ത് വെച്ചോ, ഞാൻ ഉടനെ വരുന്നേ. വന്നാട്ടെ. ആളെവിടെയാ? ദേ ഇവിടുണ്ട്. വാ വിനേട്ട. ஜென்மம் கொடுத்த ஆண்டவன் வழியும் காமிப்பா, வாழ்க்கையும் கொடுப்பா. நினைக்கிறது நல்லதா நினைச்சா நடக்கிறது நன்மையா தான் நடக்கும். முதலாளி, வாங்க வாங்க. எனக்கு இங்க ஒரு கெஸ்ட் வந்திருக்காரு. நான் அப்புறம் கூப்பிடுறேன். நான் ரிலேட்டிவ் கிட்ட பேசிக்கிட்டு இருந்தேன். ரிச்சிவா, சாருக்கு ஒரு கசேரை கொண்டு வா. കസേരയൊന്നും വേണ്ട, എനിക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ട്. വിളിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ പറയും. அடா, இதுதான் உங்ககிட்ட எனக்கு ரொம்ப பிடிச்ச விஷயம். எந்த கும்பரை பார்த்தாலும் துடிச்சலா பேசுறது. இதுதான் என்ன வினய் சந்திரனோட ஃபேன் ஆகிடுச்சு. இந்த நாட்டோட நன்மைக்காக நீங்க நடத்திக்கிட்டு இருக்கிற போராட்டங்களை பத்தி எனக்கு நல்லா தெரியும். முல்லை பெரியாறுல வன நசீகரணத்துக்கு எதிரா, கோலா ஃபேக்டரிக்கு எதிரா, எக்ஸ்பிரஸ் ஹைவேக்கு எதிரா, இதெல்லாம் டிவிலையும் பத்திரிகையிலும் பார்த்து நான் ரொம்ப பாராட்டி கைதட்டி இருக்கேன். இல்ல முதலாளி, ஆனா இப்போ என்னோட പുഷ്പൻ ടവേഴ്സ് കൺസ്ട്രക്ഷനുக்கு എതിരാ நீங்க സമരം നടത്ത പോறீங்க. അതെ, തിങ്കളാഴ്ച മുതൽ ഇതിന്റെ മുമ്പിൽ സത്യാഗ്രഹമാണ്. കൊട്ടാരത്തിൽ നിന്നും കുട്ടികളുടെ പാർക്കിന് വേണ്ടി കോർപ്പറേഷന് എന്നോ വിട്ടുകൊടുത്ത ഈ സ്ഥലം മേയർ കയ്യിലുള്ളതുകൊണ്ട് അവിഹിതമായിട്ട് അനുമതി വാങ്ങിയാൽ നിങ്ങൾ വെട്ടിപ്പിടിച്ചു. ഇവിടെ ഷോപ്പിംഗ് മാൾ വന്നാൽ റോഡിന് വീതി കുറയും, അപകടം കൂടും. ഫ്ലാറ്റോ കോംപ്ലക്സോ എന്ത് വേണേ അയക്കും. അത് പക്ഷേ ജനങ്ങളെ നിയമത്തെ കൊഞ്ഞനും കുത്തിക്കൊണ്ടാവില്ല. ப்ளீஸ் சார், நான் ரொம்ப கஷ்டப்பட்டு தான் இந்த அப்ரூவலே வாங்கியிருக்கேன். முதல்ல பிடபிள்யூடி டிபார்ட்மெண்ட்ல அப்ஜெக்ஷன் தெரிவிச்சாங்க. 25 லட்சம் கொடுத்து அந்த அப்ஜெக்ஷனை மாத்தினேன். 16 மாடி கட்டடங்கிறதால ஏர்போர்ட் அத்தாரிட்டி என்கொயரிக்கு எடுத்துட்டான். அங்க அழுதது 15 லட்சம். பின்ன வாட்டர் அத்தாரிட்டி, ஃபயர் ஃபோர்ஸ், மொத்தம் எவ்வளோடா ஆச்சு? 1 கோடி முதலாளி. ஆமா சார், இனிஷியல் லஞ்சம் மட்டும் 1 கோடி கொடுத்துருக்கேன். எதுக்குன்னு தெரியுமா? 500 கோடி ப்ராஜெக்ட் இது, என்னோட ட்ரீம் ப்ராஜெக்ட். அதனால வினய் சந்திரன் சார் கூட என்ன காப்பாற்றணும். എന്തായാലും எவ்வளவு வேணாலும் எடுத்துக்கங்க சார். இன்னைக்கு சாரோட குழந்தைக்கு பர்த்டேன்னு எனக்கு தெரியும். இது ஒரு சின்ன பர்த்டே கிஃப்ட். കാശ് കൊണ്ട് തന്നെ വിലക്ക് വാങ്ങാമെന്ന ഒരു മുതലാളിയും കരുതണ്ട. നിങ്ങൾക്ക് വേറെ എവിടെയുള്ള സ്ഥലങ്ങൾ അവിടെ ആയിക്കോളൂ. ഇവിടെ ഇത് വരാൻ ഞാൻ സമ്മതിക്കില്ല. வினய் சந்திரன் சார், ஒரு நிமிஷம் கொஞ்சம் என் கூட வாங்க ப்ளீஸ். இந்த பில்டிங்கோட கன்ஸ்ட்ரக்ஷன் 100% ஸ்ட்ராங். நீங்களே பாருங்க, 150 அடி ஆழத்துல பைலிங். ஒரு பூமி குலுக்கம் வந்து இந்த தலைநகரமே விழுந்தாலும் എന്നോട് இந்த ടവർക്ക് ഒന്നുമേ ആകാതെ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ മാൾ ഇവിടെ വരില്ല. டேய், இவன் அப்படியே உயிரோட கொண்டு போய் அந்த பைலிங் குழியில போட்டு மூடுங்கடா. இந்த ஃபவுண்டேஷன் ஸ்ட்ராங்கா இருக்கிறதுக்கு ஒரு பிரகிருதி ஸ்நேகி கூட இருக்கட்டும். ஓடிக்க தெரியா. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. സാറേ ഒന്ന് നിൽക്കണേ. അവിടെ എന്തിനാ സാറേ ബ്ലോക്ക്? ആക്സിഡന്റാ. സ്കൂൾ പിള്ളേരെയും കൊണ്ടുവന്ന ഓട്ടോയിലെ ടിപ്പർ ഇടിച്ച് കയറിയതാ. അയ്യോ, എന്ന് ഇവിടെ ഇത് തന്നെ ഈ പ്രശ്നം. പുഷ്പം മാളിന്റെ പണി തുടങ്ങിയതിന് ശേഷം ഇത് 8ാമത്തെ ആക്സിഡന്റാ. അപ്പോഴേ നമുക്ക് ഇതുവഴി പോകാൻ പറ്റൂല, നന്ദൻകോട് വഴി കറങ്ങി പോവാം. ഏത് വഴി പോയാലും എന്റെ 11 മണിക്ക് അവിടെ എത്തിച്ചാൽ മതി. നോക്കാം.
ദാ, എന്റെ ശ്രീകണ്ഠേശ്വര ശരിയമ്മാവ. എന്ത് ശരി? മീറ്ററിൽ 60 ആയുള്ളൂ. ബാക്കി ഇതാ. അത് മീറ്ററിനോട് ചോദിച്ചാൽ മതി. ഓരോരുത്തർ കാലത്ത് ഇറങ്ങിക്കോളും മെനക്കെടുത്താൻ വേണ്ടി. എന്ത് ശിവനാഭ, സിറ്റി മാത്രമല്ല ആൾക്കാരും കുളവായല്ലോ. നിങ്ങളുടെ ഹോട്ടലിന്റെ ലൈസൻസ് ഈ ഫുഡ് ഇൻസ്പെക്ടർ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുട്ടടിക്കാനുള്ള കാശ് കിട്ടിയേ പറ്റൂ. അത് ഞങ്ങൾ ഏറ്റു. എന്നാ ഓക്കെ. 500 രൂപയോ? ബിൽഡിംഗ് സെക്ഷനിൽ നിന്നും ഒരു ഫയൽ മൂവ് ചെയ്യാൻ മിനിമം 2000 രൂപയെങ്കിലോ? ബാക്കി ഉടനെ എത്തിച്ചോളാം. പണം കിട്ടിയാൽ കാര്യം എപ്പം നടന്നു ചോദിച്ചാൽ മതി. അതെനിക്കറിയാം സാർ. ഇവിടെ ഇരിക്കട്ടെ. ബാക്കി പണമായിട്ട് വാ. ആരെങ്കിലും ബാക്കി ഉടനെ എത്തിച്ചോളാം. ഇതെന്താ ഇത്? 2 മണിക്കൂറാ ക്യൂ നിൽക്കാം. കൗണ്ടറിൽ ആരും വന്നിട്ടില്ല. ആവശ്യം നിങ്ങളുടെ അല്ലേ, കാത്തു നിന്നേ പറ്റൂ. ആരുമില്ലേ? എന്താ തമ്പുരാനെ? അല്ല ഇതാര്? ദാമോരണ്ണ വരി 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 വരി. അല്ല അണ്ണ വിത്തൗട്ടാ. എന്താ മനസ്സിലായില്ലല്ലോ? ചായേ അണ്ണന് പഞ്ചാരയുടെ ഏനക്കിടന്നില്ലല്ലേ? ചായ ഒന്നും വേണ്ട. ഇത്തിരി പോലെ പൊളിക്കും. ചായ കുടിക്കുന്നത് അണ്ണ ഇവിടുന്ന് പോവാനാ. എന്നാ ഒന്ന് കാണണല്ല. ഡേ മണിയാ, ദാമോരണ്ണ സ്ട്രോങ് ആയിട്ടൊരു ചായ. കടിക്കാൻ പാടാ കട്ട്ലറ്റ്. സോസ് ഇത്തിരി തോനെ എടുത്തോണേ. അയ്യോ ഒന്നും വേണ്ടായിരുന്നു. മിണ്ടരുത്. അണ്ണനിപ്പം എന്റെ അതിഥിയാ. അതിഥി ദേവോ ഭവ എന്നല്ല പഴയ കേട്ട് കളവന്മാര് പറഞ്ഞിരിക്കണത്. അത് പണ്ടല്ലേ, ഇപ്പൊ അസുരന്മാര് വാഴുന്ന കാല. ഏതായാലും ദാമോദരന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. ഈ നാടിന്റെ വികസനത്തിന് കക്ഷി ചേരാനുള്ള അവസരമല്ലേ അണ്ണനിപ്പോ വന്നു ചേർന്നിരിക്കണത്. മനസ്സിലായില്ല? അതൊക്കെ അണ്ണനും മനസ്സിലാവും. ആദ്യം ചായ കുടിക്ക്, എന്നിട്ട് ഇതൊക്കെ എടുത്ത് തിന്നി. അണ്ണന്റെ ഭൂമി പ്രകാശം മോലാളിക്ക് കൊടുക്കുമ്പോ മോലാളി അവിടെ ഒരു നല്ല സെൻട്രലൈസ് AC ഓഡിറ്റോറിയം പണി. നമ്മുടെ കോവിലിനടുത്ത് വേറെ പൊളപ്പൻ ഓഡിറ്റോറിയം ഉണ്ടാ? അതൊരു കൊണവല്ലേ? മേയർ സാറേ, എന്നെ മണ്ടനാക്കരുത്. ഒത്തുതീർപ്പെന്നും പറഞ്ഞ് വിളിപ്പിച്ചപ്പോ ഒരാശ തോന്നിയതാ. നീതിയുടെ ഭാഗത്ത് നിൽക്കണം സാറേ. പത്മനാഭന്റെ മണ്ണ അതാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പത്മനാഭനോട് മന്ന മട്ടുമില്ല. അന്ത പത്മനാഭനെ വിലയിട്ട് തൂക്കിയെടുക്കണമെന്ന കുഴപ്പമാവും. മോലാളി അകത്തോട്ടിരിക്കേ. ദാമോദരനോട് ഞാൻ പറയാം. உனக்கு பக்கத்துல இருக்கிற அந்த 40 வீட்டுக்காரரும் அவங்க இடத்த எனக்கு எழுதி தர ஒத்துக்கிட்டாங்க. உனக்கு மட்டும் എന്തിനു കാണിക്കണത്? പാവപ്പെട്ട പണക്കാരുടെ കണ്ണീര് ദാമോദരന് മനസ്സിലാവും. നാടകം അസലായിട്ടുണ്ട്. നീതി കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. ഞാൻ പോണു. நீ போக வேண்டிய இடத்துக்கு உன்னை அனுப்புறதுக்கு எனக்கு நல்லா தெரியும்டா. நான் புஷ்பம் பிரகாசன். உங்ககிட்ட இருந்து ஒரு வாரத்துக்குள்ள அந்த இடத்தை நான் எழுதி வாங்குவேன். ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല പ്രകാശ. கொலை செஞ்சிட்டாவது நினைக்கிறத சாதிக்கிறது தாண்டா என்னோட பழக்கம். മോലാളി അലമ്പുകളൊന്നും കാണിക്കല്ലേ. വിടി വിടി, ആള് കാഞ്ഞു പോകും. ஏய் கரெக்ட் முண்டா. டிஜிபிக்கும் மந்திரிக்கும் கோர்ட்டுக்கும் லெட்டர் அனுப்பி என்ன பயமுறுத்தல நினைச்சியா? ஏய் பிலிப்போஸ் ஐயா வரிடா. കണ്ടാ ചുമക്കണ ദാമോദരനെന്ന് മോലാളി തടവണ കണ്ടാ? സാർ, ഇതൊന്നും തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട ഫയലാ. സാറൊന്ന് ഒപ്പിട്ടാൽ. അതിനൊക്കെ തോന്നി അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ സൂപ്രണ്ട് ചെല്ല്, ഞാൻ ഒപ്പിട്ടിട്ട് വിളിക്കാം. ശരി, സാർ. ചെല്ല്. ഓരോ കൊല്ലകള്. ബഹുമാനപ്പെട്ട DGP മുമ്പാകെ മേലെടുത്ത് ദാമോദരൻ ബോധിപ്പിക്കുന്ന പരാതി. സാർ, എന്റെ ജീവൻ ഏത് നിമിഷവും അപകടത്തിലാവാം. ഞാൻ മരിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുഷ്പം ഗ്രൂപ്പിന്റെ MD പ്രകാശനായിരിക്കും. അതെന്നെ അതിബുദ്ധിയല്ലേ അണ്ണ? പ്രകാശം മോലാളിനെ പിടിയുണ്ടല്ലോ, അത് അണ്ണനെ അറിഞ്ഞൂടാ. എല്ലാ ആഫീസുകളിലും അണ്ണൻ കൊടുത്ത പരാതിയുടെ കാപ്പികള് മോലാളിനെ കിട്ടി. അതാ മോലാളി. മന്ത്രിക്കും പോലീസിനും മാത്രമല്ല ദൈവത്തിനും കൊടുത്തിട്ടുണ്ടൊരു പരാതി. അവിടെയെങ്കിലും എനിക്ക് ന്യായം കിട്ടാതിരിക്കില്ല. என்னைக்காவது ஒரு நாள் அதோட ஒரிஜினல் என் கைக்கு கிடைக்கும். அன்னைக்கு முடிஞ்சிடும் கதை. നഗരം വികസിക്കാനാണ് പോലും അത്ര. മോന്തിക്കിട്ടൊന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു മുത്തശ്ശന്. അപ്പ മുഖം വികസിക്കുന്നൊന്ന് കാണായിരുന്നു. വോട്ട് ചോദിക്കാൻ വരുമ്പോ എന്തൊരു വിനയാ. പാല് തരാം, തേന് തരാം, എന്താവശ്യമുണ്ടെങ്കിലും വന്ന് ചോദിച്ചാ മതി. ഞാനും കൊടുത്തില്ല ഈശ്വര ആശ്രീകരത്തിന് ഒരു വോട്ട്. ആരാധ്യനായ മേയർ പോലും അടികൊള്ളേണ്ട മേയർ എന്നാ പറയണ്ടേ. ഓർമ്മ വെച്ച നാൾ മുതല് ശ്രീപത്മനാഭന്റെ നടയിൽ മണിമുഴക്ക കയറി പിടിച്ച് തഴപ്പിച്ച കൈയായത്. ഈ കൈ കൊണ്ട് ഇനി ഒരു ദുഷ്ടന്റെ കാല് പിടിക്കാൻ വയ്യ. മുത്തശ്ശൻ ഇനി ആരുടെയും കൈയും കാലൊന്നും പിടിക്കാൻ പോണ്ട. ഞാനൊന്ന് പോയി കാണട്ടെ മേയറെ. അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം എനിക്ക് പറയണം. വേണ്ട മോളെ, ഈ ഭൂമിയും വീടും ഒക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരനായ ഒരാളുണ്ടല്ലോ, പൊന്നു തമ്പുരാൻ. നാളെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിക്കാൻ പോവുക.
എന്താ ദാമോദര? ഇതിനെയാണ് ഉരല് എന്ന് മധുരത്തോട് സങ്കടം ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. ചെങ്കോലും കിരീടവും ഇല്ലാത്ത മഹാരാജാവാണ് ദാമോദര ഞാൻ. പൂർവികന്മാർ ചെയ്ത സുഹൃതം കൊണ്ട് നാട്ടുകാരിപ്പോഴും ബഹുമാനവും ആദരവും തരുന്നു. താനിപ്പോൾ പറഞ്ഞില്ലേ പുഷ്പം പ്രകാശൻ, ആ പ്രകാശന്റെ കയ്യിലെ ആ കൊട്ടാരം വക സ്വത്തുക്കൾ പലതും. തോവാളയിൽ നിന്നും പൂക്കച്ചവടത്തിനെത്തിയത് അയാള് കൊട്ടാരത്തിലെ ദാസനായി പറ്റിക്കൂടി. പാവം കരുതി കുറെ സഹായിച്ചു. പക്ഷേ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കുത്തി. അവനെതിരെ ഞാൻ ആരോട് പരാതി പറയും എന്ന് ആലോചിച്ചിരിക്കുക. ആകെ ഉള്ളൊരു കടപ്പാടവാ. അത് നഷ്ടപ്പെട്ടാൽ ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂല ചുരുണ്ടുകൂടായിരുന്നു. പക്ഷേ എന്റെ ചെറുമകളുടെ കാര്യം ഓർക്കുമ്പോഴാ അതിന് മനസ്സേ ആദി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞ, ദുഷ്ടമൃഗങ്ങളാ ചുറ്റും. ഞാനിനി എന്ത് ചെയ്യും തിരുമനസ്? ആരോട് പറയും? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഓരോ കാലത്തും പല പല രൂപത്തിൽ അവതരിക്കുന്നു ശ്രീപത്മനാഭൻ. എന്നെ പോലെ താനും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ആ വിളി ശ്രീപത്മനാഭൻ കേൾക്കും. എന്റെ ശ്രീപത്മനാഭൻ